ഒരിക്കൽ കൊൽക്കത്തയിലെ ഒരു സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ആ പതിവ് ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാവാനാണ് ആഗ്രഹം? ടീച്ചർ, ഡോക്ടർ, ബിസിനസ്മാൻ, ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഒരു കുട്ടി മാത്രം ഇതൊന്നും അറിയാതെ പുറത്തേക്ക് നോക്കി കിനാവും കണ്ടിരിക്കുകയാണ്. ടീച്ചർ അവൻ്റെ അടുത്തെത്തി ചോദിച്ചു, ഡാ, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അവൻ പെട്ടെന്ന് ടീച്ചറിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി അവൻ്റെ ആഗ്രഹം പറഞ്ഞു, കുതിരവണ്ടിക്കാരനാവാനാണ് എനിക്ക് ആഗ്രഹം. ക്ലാസ് മൊത്തം അവനെ കളിയാക്കി ചിരിച്ചു. എന്ത്, കുതിരവണ്ടിക്കാരനോ? നിനക്ക് വെറും ഒരു കുതിരവണ്ടിക്കാരൻ മാത്രമായാൽ മതിയോ? അധ്യാപകൻ്റെ മറുപടി കൂടി കേട്ടപ്പോൾ കൂട്ടുകാർ മൊത്തം അവനെ വീണ്ടും കളിയാക്കി. കലങ്ങിയ കണ്ണുകളുമായി അവൻ തിരികെ വീട്ടിലെത്തി. മകനെ കണ്ടപ്പോൾ തന്നെ അമ്മ ചോദിച്ചു, എന്തു പറ്റി മോനെ? എന്താ നിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിരിക്കുന്നത്? ടീച്ചറും കൂട്ടുകാരും എല്ലാവരും എന്നെ കളിയാക്കി അമ്മേ. അവൻ്റെ മറുപടി കേട്ട് അമ്മ വീണ്ടും ചോദിച്ചു, എന്തിനാ മോനെ അവർ കളിയാക്കിയേ? തളർന്ന മുഖത്തോടെ അവൻ വീണ്ടും തുടർന്നു, വലുതാകുമ്പോൾ ആരാവാനാണ് ആഗ്രഹമെന്ന് ടീച്ചർ ചോദിച്ചു. ഞാൻ കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. അതിനാ എല്ലാവരും കൂടി എന്നെ കളിയാക്കിയേ. അമ്മ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അതിനെന്താ, എൻ്റെ മോനൊരു കുതിരവണ്ടിക്കാരൻ തന്നെ ആയിക്കോളൂ. പക്ഷേ എങ്ങനെയുള്ള കുതിരവണ്ടിക്കാരനാവണമെന്ന് അമ്മ കാണിച്ചു തരാം. അമ്മ അവനെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. അർജുനനെ നയിക്കുന്ന കുതിരവണ്ടിക്കാരൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, മോനെ, ഇതുപോലൊരു കുതിരവണ്ടിക്കാരനായി ഈ ലോകത്തെ മുഴുവൻ നയിക്കണം. അവൻ ഏറ്റവും ശക്തനാണ്, എല്ലാറ്റിനെയും ഉടയവനാണ്. അത് മറ്റാരുമല്ല, ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തെ പോലെ ഒരു സാരഥിയാവാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മകൻ്റെ സ്വപ്നം വളരെ മഹനീയമാണെന്നും അവൻ ശരിയായ പാതയിലാണെന്നും അമ്മ മകനെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മയുടെ ഈ വാക്കുകൾ അവനെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിന്നു. ഒരു ഒറ്റ ഉപമ കൊണ്ട് മകൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റിമറിച്ച അതിസമൃദ്ധിയായ ആ അമ്മയാണ് ഭുവനേശ്വരി ദേവി. നരയനെന്നും നരേന്ദ്രനെന്നുമൊക്കെ പ്രിയമുള്ളവർ വിളിക്കുന്ന സ്വാമി വിവേകാനന്ദനായിരുന്നു ആ കുട്ടി. മാതാപിതാക്കൾ കുട്ടികളിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുമ്പോൾ, അവർ ഒന്നും പഠിക്കില്ലെന്ന് പറയുമ്പോൾ, അവരെ വിഡ്ഢികളെന്ന് വിളിക്കുമ്പോഴൊക്കെ അവർ യഥാർത്ഥത്തിൽ പതുക്കെ അങ്ങനെയായി മാറുകയാണ്. നിങ്ങളുടെ കുട്ടികളോട് നല്ല വാക്കുകൾ പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവർ കാലക്രമേണ ജീവിതത്തിൽ വിജയം നേടുമെന്നതിൽ സംശയമില്ല.